1983 മുതൽ കോൺഗ്രസ് വർക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാദാപുരം നിയോജക മണ്ഡലത്തിലെ നരിപ്പറ്റ സ്വദേശിയാണ്. പാർട്ടിയുടെ വിവിധ സമരങ്ങളിലും പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ഞാൻ നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടും കാവിലുംപാറ ബ്ലോക്ക് മൈനോറിറ്റി കോൺഗ്രസിന്റെ ചെയർമാനായിട്ടും വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രവീൺ കുമാർ DCC പ്രസിഡന്റായി വന്നതിന് ശേഷം എനിക്കെതിരെ അന്യായമായ നടപടി എടുക്കുകയും എൻ്റെ മണ്ഡലത്തിലെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ വാക്കുകൾ കേട്ട് ഒരു കാരണവുമില്ലാതെ എന്നെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നീക്കുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഈ കാലയളവിലടക്കം ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ തിരുവനന്തപുരം കൊല്ലത്ത് ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. ഒരു ദിവസം ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നിരന്തരം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിച്ച ഞാൻ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു അപ്പീലായിട്ട് ഞാൻ നടപടി പുനഃപരിശോധിക്കാം, നിങ്ങളെ മണ്ഡലത്തിലെ കുറച്ച് ആൾക്കാർ ഒപ്പമാണെന്ന് നടത്തി. ആ പ്രകാരം ഏകദേശം 23 ആൾക്കാർ ഒപ്പിട്ട പേപ്പർ ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് സമർപ്പിച്ചു. ഇതെല്ലാം മണ്ഡലം ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളുമായ ആൾക്കാരാണ് ഈ ഒപ്പിട്ടത്. അവരുടെ ഫോൺ നമ്പർ അടക്കം കൊടുത്തിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു വാക്കായിട്ട് തരുന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിലിനെതിരായിട്ട് ഞാൻ പത്രിക കൊടുത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഞാൻ ഏറെ സ്നേഹിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ എന്നെ വിളിക്കുകയും മുൻ KPCC പ്രസിഡന്റായ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്നോട് പത്രിക പിൻവലിക്കാൻ പറഞ്ഞു. ഒരു ഡിമാൻഡും ഇല്ലാതെ ഞാൻ പറഞ്ഞു, എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാരണം മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾ ഏറ്റവും പറഞ്ഞ് എൻ്റെ കൂടെ നാദാപുരം നിയോജക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിജേഷ് നെരിക്കാട്ടിരിനെ എൻ്റെ കൂടെ കളക്ടറേറ്റിൽ പറഞ്ഞു അയച്ചുവന്നു. അവിടെ നിന്ന് ഞാൻ പത്രിക പിൻവലിച്ചു. പിന്നീട് പ്രവീൺ കുമാറിനെ കണ്ടിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ പാട് എന്നെ മുൻ സ്ഥാനത്തോടു കൂടി തിരിച്ചെടുക്കാമെന്ന് എല്ലാം പറഞ്ഞ് ഉറപ്പ് തന്നു മുല്ലപ്പള്ളി സാറിന്. പക്ഷെ ഇന്ന് വരെ അദ്ദേഹം അത് പ്രാബല്യത്തിലാക്കിയില്ല. ഇപ്പോഴും അരമണിക്കൂർ മുന്നേ ഞാൻ വിളിച്ചേരം പ്രവീൺ കുമാർ എന്നോട് പറഞ്ഞ റഹീമാജിയെ പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതൊരു കടലാസായിട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത്, ഒരു രേഖയായിട്ട് ഞങ്ങൾക്ക് തന്നാൽ ഒരു പ്രശ്നമില്ല. വാക്കുകൊണ്ട് എന്നോട് ഇപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് താങ്കളെ പാർട്ടി തിരിച്ചെടുത്തുന്നത്. പക്ഷെ രേഖയായിട്ട് തരില്ല. എനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയാൽ എനിക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ നാദാപുരത്ത് എല്ലാ കൊയിലാണ്ടിയിൽ ഞാനും വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുക്കേണ്ടി വരും. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് എടുത്തിട്ട് 3 ലക്ഷത്തിന്റെ മേലെ എൻ്റെ പൈസ ഇപ്പം കിടക്കുന്നത്. 2019 ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയത്. പിന്നെ കൊറോണ വന്നു, കുറെ താമസം പോയി. അതിനുശേഷം 5 ലക്ഷം റുപ്യക്ക് വിലക്കെടുത്തതാണ്, വാടകയ്ക്കല്ല. സ്വന്തമായിട്ട് നേരിട്ട് പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ ഈ അഗ്രിമെന്റിലും ഒപ്പിട്ടത്. ഇപ്പം നിലവിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റായ കുഞ്ഞിക്കണ്ണനാണ്. അദ്ദേഹത്തിന്റെ ഒപ്പാണ് ഇതിലുള്ളത്. അതേ മോഡല് ബാബു കുയ്തരിയാണ്. എന്നെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ സംഖ്യ പൂർത്തീകരിച്ചു കൊടുക്കാൻ പോയപ്പോൾ കുയ്തേരി ബാബുവാണ് ഇതിൽ ഒപ്പിട്ടത്. ഇന്നിപ്പോ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഓഫീസ് തൽക്കാലം അന്നത്തെ നമ്മളെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, തൽക്കാലം നിന്റെ പൈസയായി വേണ്ടിയുള്ളത് കൊണ്ട് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താക്കാന്ന്. അവർ പറഞ്ഞ പ്രകാരം 200 റുപ്യന്റെ മുദ്ര പേപ്പർ ഞാൻ നിലവിലുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റിലായ ആൾക്കാരെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 കൊല്ലം കൊണ്ട് എൻ്റെ പൈസ തിരിച്ചു തന്നേക്ക്, പാർട്ടിയുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തരാമെന്ന് പറയുകയും ആ എഗ്രിമെന്റ് മുദ്ര പേപ്പർ ഇപ്പോൾ അവരുടെ കൈവശമാണുള്ളത്. ചെന്നും നിലവിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എനിക്ക് രേഖാപരമായിട്ട് ഒരു കടലാസ് എടുക്കാം. അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. ഇപ്പോഴും എന്നോട് അദ്ദേഹം പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചത് റഹീമാജി പാർട്ടി വിട്ടു പോകുന്നത്. പക്ഷെ ഞാൻ പാർട്ടി വിട്ടു പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇനിയും നമുക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടത് വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സാധാരണ ഇപ്പൊ എൻ്റെ മക്കളടക്കം എൻ്റെ കഴിഞ്ഞ ആഴ്ച DCC ഓഫീസിൽ പ്രവീൺ കുമാർ വിളിച്ച് പറഞ്ഞ പ്രകാരം ഞാൻ ചെന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ പോയി. എൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകനോട് അദ്ദേഹം പറഞ്ഞത് റഹീമാജി പാർട്ടി തന്നെയാണത്. ഇനിയിപ്പോൾ എന്ത് കാലത്തരം പറഞ്ഞാൽ എൻ്റെ തെളിവായിട്ട് പല റെക്കോർഡിങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പം വെക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതുണ്ട്, മുല്ലപ്പള്ളി സാറ് പറഞ്ഞതുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനു പുറമെ DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാർട്ടിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ എല്ലാവരെയും തിരിച്ചെടുത്തതായി പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. പക്ഷേ നരിപ്പറ്റയിലെ 2 or 3 വ്യക്തികൾ അത് അംഗീകരിക്കില്ല. എൻ്റെ പാർട്ടിക്കുള്ള ജനാധിപത്യപരമായിട്ട് എനിക്ക് എന്ത് ശക്തി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ കെയർ ഓഫിൽ ഒരാളെ ഏൽപ്പിച്ചു. എല്ലാ എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ സ്ഥാനാർത്ഥിനെയും
74 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി ഞാൻ നിപ്പിച്ച സപ്പോർട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. വാട്സപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഗ്രൂപ്പുകളിൽ ഇവരുടെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടറി അയക്കുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ ഞാൻ എന്തൊക്കെ പറയാം, അത് ഇന്നത്തെ അജണ്ട അല്ല, അവിടെ ശബ്ദിക്കൊന്നും സമ്മതിക്കില്ല. ഒരു കോക്കസ് പ്രവീൺ കുമാർ വന്നതിന് ശേഷം തന്നെ ബഹുമാനപ്പെട്ട DCC സെക്രട്ടറി ആവാലം രാധാകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. അപ്പം അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കൊടുത്ത റിപ്പോർട്ട് തരാൻ പറയൂ, നിങ്ങളെ പേര് നടപടി എടുക്കുന്നെങ്കിൽ നരിപ്പറ്റയിലെ 3 പേരുടെ പേരിലും നടപടി എടുക്കണം. എല്ലാവരും തുല്യരാണ്. ഞാൻ ഇന്ന് വരെ പാർട്ടി വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. ഈ ലാസ്റ്റ് ഇലക്ഷനിലടക്കം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ ബൂത്തിൽ സംഘർഷം ഉണ്ടായപ്പോൾ അവിടെ പിടിച്ചു വെക്കാൻ പോയിട്ട് എന്നെ എതിര് നിൽക്കുന്ന ആൾക്കാർക്കടക്കം മടി കിട്ടുമ്പോൾ ഞാൻ പിടിച്ചു വെച്ച് രക്ഷപ്പെടുത്തുക ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ സടിയെ കൊണ്ട് പെട്ടെന്ന് കഴിച്ചില്ലായി ബാക്കിയുള്ള അവരെ അടങ്ങിപ്പിച്ചിട്ട്. പക്ഷെ നമ്മളതല്ല ചെയ്തത്, അവരെ സമാധാനിപ്പിക്കാനാകുന്നത് അവിടുത്തെ പാർട്ടിക്കാരോടുള്ള സംഗതി പറഞ്ഞിട്ട്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ എല്ലാ പരിപാടികളിലും കോൺഗ്രസിന്റെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാൻ പങ്കെടുക്കാറുണ്ട്. സമരം പോലീസ് സ്റ്റേഷൻ മാർച്ചിനടക്കം ഞാൻ പങ്കെടുത്തേക്ക് മുദ്രാവാക്യം ഞാൻ വിളിച്ചു കൊടുക്കാറുണ്ട്. നരിപ്പറ്റ ലെവലിൽ 3-4 ആൾക്കാർ മാത്രം അംഗീകരിക്കില്ല. അതിപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ പറയുന്നത് ന്യായ. ഞാൻ ചോദിച്ച അന്നേരങ്ങൾ എനിക്ക് കടലാസ് തരണം, അതെന്തുകൊണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി വിട്ടു പോറ്. ഇതാണ് പറഞ്ഞത്. ഞാൻ ഒരു പ്രശ്നമില്ല, ഞാൻ പാർട്ടി വിട്ടു പോകുന്നില്ല, എനിക്ക് നീതി കിട്ടണം. കുമാർ വന്നതിന് ശേഷമാണ് എനിക്ക് നീതിയെല്ലാം ഉണ്ടായത്. കഴിഞ്ഞ രാജീവ് മാഷ് പ്രസിഡന്റായ സമയത്തും ഇതേപോലെ 2020 പഞ്ചായത്ത് ഇലക്ഷനിൽ എന്റെ വാർഡ് CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡാണ്. ആ മുല്ലപ്പള്ളി സാറ് സർക്കുലർ പ്രകാരം ബൂത്ത് കമ്മിറ്റി വിളിക്കുക, വാർഡ് കമ്മിറ്റി വിളിക്കുക, അതിൽ ഭൂരിപക്ഷം കിട്ടും. 13 ആൾ പങ്കെടുത്ത യോഗത്തിൽ 10 പേരും എന്റെ പേര് പറഞ്ഞിട്ടും എനിക്ക് സീറ്റ് തന്നില്ല. അപ്പൊ അന്ന് എനിക്ക് പറഞ്ഞ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനവും അടുത്ത ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു സീറ്റും. ആ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് കോരങ്ങോട്ട് മൊയ്തുക്ക, ഇന്നിപ്പം മെനഞ്ഞാന്ന് മുതൽ അദ്ദേഹം DCC സെക്രട്ടറിയാണ്. അദ്ദേഹം തന്ന ലെറ്റർ പേഡ് എന്റെ കൈവശമുണ്ട്, എന്നെ ബ്ലോക്ക് സെക്രട്ടറിയായിട്ട്. അതിൽ ബഹുമാനപ്പെട്ട അരയിലത്ത് രവിയേട്ടൻ, അഖിലേന്ദ്രൻ നരിപ്പറ്റ, കുയ്തേരി ബാബു, TP വിശ്വം മാസ്റ്റർ ഇവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, മൊയ്തുക്കി ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രാവർത്തികമാക്കുന്നില്ല. അതിനുശേഷമാണ് നിയമസഭാ ഇലക്ഷൻ വരുന്നത്. ഇതെല്ലാം നമ്മൾ നിരന്തരം പറഞ്ഞിട്ടും ഇവർ അംഗീകരിക്കുന്നില്ല. ഒരു 3-4 ആൾക്കാരുടെ. ഞാൻ ഏകദേശം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്, വ്യക്തിപരമായിട്ട്. സുധാകരൻ എന്നെ പുറത്താക്കിയ കത്തും കൊണ്ട് മണ്ഡല സെക്രട്ടറി കുയ്തേരി ബാബു അന്നേരം ഞാൻ ബഹുമാനപ്പെട്ട K. സുധാകരനെ വിളിച്ചപ്പോ അതിന് 2 ദിവസം മുന്നേ ഈ ഒപ്പിട്ട പേപ്പറെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൊടുത്തരാണ്. അപ്പോ കൊടുത്ത സമയത്ത് ഈ കത്തും കൊണ്ട് വന്നതിന് ശേഷം ഞാൻ പ്രസിഡന്റ് എന്നെ ഇങ്ങനെ പുറത്താക്കിയ, ആരാ പുറത്താക്കിയെന്ന് ചോദിച്ചത്. നീ ആ പേപ്പർ മേടിക്കണ്ടെന്ന് പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് കോരക്കോട്ടം മൊയ്തൂക്കം പറഞ്ഞത് മേടിക്കേണ്ടതാണ്. ഇവര് കൊറോണ സമയത്ത് മണ്ഡലം പ്രസിഡന്റ് ക്വാറന്റൈൻ എടുക്കുന്ന സമയത്താണ് മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുമ്പോൾ എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത്. അതും പറയുന്നത് നരിപ്പറ്റയിലെ UDF സംവിധാനത്തിൽ എനിക്ക് തന്ന കാരണം കാണിക്കൽ നോട്ടീസ്. നരിപ്പറ്റ പഞ്ചായത്തിൽ കാലാകാലങ്ങളായി UDF മുസ്ലിം ലീഗ് നല്ല നിലയിൽ, മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് അന്ന് മുത്തുക്കോയ തങ്ങളാണ്, സെക്രട്ടറി K. മമീദാണ്. K. മമീദ് ഇപ്പോൾ സെക്രട്ടറിയാണ്. അവര് പറഞ്ഞ് ഞങ്ങൾ റഹീമാജിക്കെതിരായിട്ട് ഒരു പരാതിയും കൊടുത്തിട്ടില്ല. കള്ളപ്പരാതി മുഖാന്തരാണ് എനിക്കെതിരെ നടപടി തീർത്തുകൊടുത്തത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് ഒരു ചട്ടമുണ്ട്, ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ കാരണം കാണിക്കൽ കൊടുക്കണം, അല്ലെ? ഇതൊന്നും എന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. എന്തോ ഒരു വ്യക്തി വിരോധം തീർക്കുന്ന പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. നരിപ്പറ്റയിലെ ചില കാര്യങ്ങളിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ചാർജ് വരുമ്പോ പല കാര്യങ്ങൾക്കും ഞാൻ ഖജാൻജിയായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു തെറ്റ്. പിന്നെ രണ്ടാമത് ഇപ്പം നിലവിൽ തന്നെ DKTF-ന്റെ ജില്ലാ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആളെ പേര് ഞാൻ പറയുന്നില്ല. അയാളെ വീട് ഇതുപോലെ തന്നെ തകർന്ന ഘട്ടത്തിൽ മണ്ഡലം കമ്മിറ്റിക്ക് ഒരു പരാതി തന്നു, ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴൊക്കെ എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. എന്നിട്ട് ഇവർക്ക് പൂർത്തീകരിക്കാനാകത്തോണ്ട് അന്ന് എന്നോട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും INDC-ന്റെ പ്രസിഡന്റായ K. പ്രമോദ് പറഞ്ഞു, റഹീമാജി നിങ്ങളൊന്ന് വരണം എന്നാണ്. 2 മാസം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ പണി പൂർത്തീകരിച്ചു കൊടുത്തു. അതും ഞാൻ പറഞ്ഞു കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു കണക്കൊന്നും വേണ്ട, നമ്മൾ പൈസ കിട്ടിയാണ്. ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.